പഠിക്കാനുള്ള കണ്ടന്റ് ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ PYQs, ടെസ്റ്റസ് ഒക്കെ എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്ക് എന്തും, അതായത് ഇപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഐഫറിന്ന് കിട്ടും. എത്രത്തോളം പഠിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്, അത്രത്തോളം നമ്മളെ കൂടെ നിന്നിട്ട് അത്രത്തോളം നെറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ JRF വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഐഫർ നിൽക്കുന്നുണ്ട്. ഐഫറിൻ്റെ ആപ്പ് അടിപൊളിയാണ്. ആപ്പിലുള്ള ഓരോ കാര്യങ്ങളും, അതായത് ആപ്പിലുള്ള നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഗുഡ് മോർണിംഗ് മെയിൽ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഏത് സമയത്താണോ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് വരുന്ന കോഡ്സ് കാര്യങ്ങൾ, ഓരോ കോട്ടിനും നമ്മളെ ആ സമയത്ത് പഠിത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് കാണിക്കും, നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു പെർസെൻറ്റേജ് അതിൽ കാണിക്കും. അപ്പോൾ ഈ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഹായ്, ഞാൻ ജുമൈല. ഐഫറിൻ്റെ ഈ കഴിഞ്ഞ 2025 ജൂൺ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. നെറ്റ് ക്വാളിഫൈ ചെയ്ത് അൽഹംദുലില്ലാ. 2024 ഡിസംബർ ബാച്ചിലാണ്, അതായത് ഡിസംബർ 2nd വീക്കിലാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഡിസംബറത്തെ നെറ്റും ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്ത് ഉടനെ തന്നെ വന്നൊരു നെറ്റാണ്. എനിക്ക് എന്താ പറയുക, അത്രയൊന്നും പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം ഐഫറിൻ്റെ ആപ്പിൽ വന്നിട്ടുള്ള എന്താ പറയുക PYQs, അതേപോലെ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആ സമയത്ത് നെറ്റ് എഴുതിയത്. അപ്പോൾ ആ നെറ്റിൽ തന്നെ എനിക്ക് PhD ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ജൂണത്തെ എക്സാമിൽ എനിക്ക് എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഐഫർ സച്ച് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. എന്താ പറയുക, നമുക്കിപ്പോൾ നമ്മളെ പഠിക്കാനുള്ള കണ്ടന്റ് ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ PYQs, ടെസ്റ്റസ് ഒക്കെ എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്ക് എന്തും, അതായത് ഇപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഐഫറിന്ന് കിട്ടും. പിന്നെ അതേപോലെ ഞങ്ങളുടെ ഐഫറത്തെ മെൻറ്റർ അടിപൊളിയാണ്. സാറ് ഓരോ കാര്യങ്ങളും പഠിപ്പ് എവിടെ എത്തി, എത്രത്തോളം പഠിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്, പിന്നെ ഐഫറിൻ്റെ ഹാപ്പിനെസ് ഓഫീസർ ആയാലും ഒക്കെ എന്താ പറയുക, നെറ്റിലേക്കുള്ള എൻ്റെ ഒരു ജേർണി അത്രത്തോളം സ്മൂത്തും അതേപോലെ നല്ല രീതിയിലാക്കി തന്നതിൽ ഐഫറിന് വലിയൊരു എന്താ പറയുക താങ്ക്സ്. എനിക്ക് ചെറിയ മോളാണ്. ഞാൻ ഐഫറിൽ ചേരുന്ന സമയത്ത് ആൾക്ക് 1.5 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയാം അതായത് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള ഉമ്മമാർക്ക്, അതായത് ചെറിയ കുട്ടികളെ നോക്കുന്ന അമ്മമാർക്ക് ഐഫർ ഒരു എന്താ പറയുക ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതന്നെ ഐഫർ വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് തോന്നും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതായത് ആ ബ്രസ്റ്റ് ഫീഡ് ഉമ്മമാർക്ക്, അതായത് ചെറിയ മക്കളുള്ള അമ്മമാരെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഐഫർ. അപ്പോൾ എനിക്ക് ചെറിയ മോളാണ്. മോളെ വെച്ചിട്ട് എങ്ങനെ നെറ്റ് വാങ്ങും എന്നുള്ളത്, അതായത് നമ്മൾ അവർക്ക് അത്രത്തോളം സമയം കൊടുക്കണം. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും നമ്മളെ മൂഡിനനുസരിച്ചിട്ടാവില്ലല്ലോ മക്കളത്. അവരെ മൂഡ്സ് ഓരോ സമയത്തും ഓരോ ഇതിലായിരിക്കും അവർ. അപ്പം അവരെത്രത്തോളം കെയർ ചെയ്യണം. അതിൻ്റെ കൂടെ ഈ സ്റ്റഡി കാര്യങ്ങളും കൂടെ കൊണ്ടുപോകണം. പിന്നെ ഉമ്മാക്കാണെന്നുണ്ടെങ്കിലും പ്രായമായതും പിന്നെ അത്രയും വയ്യാത്ത കിടപ്പിലായ ഒരാളാണ്. അപ്പോൾ അതും നോക്കണം, കുട്ടീനെ നോക്കണം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ സ്റ്റഡിയും പഠിത്തം കൊണ്ടുപോകണം എന്നുള്ളതൊരു ചലഞ്ചായിരുന്നു. പക്ഷേ എന്താ പറയുക, അതൊന്നും കുഴപ്പമില്ല. ഉള്ള ടൈമിൽ നോക്കുക, മാക്സിമം ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം ഇത്രയും ടാസ്കുകൾ ചെയ്താൽ തന്നെ നമുക്ക് നെറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഐഫർ കാണിച്ചു തന്നെ. ഐഫറിൻ്റെ നമ്മളടുത്തുനിന്ന് വാങ്ങുന്ന പേയ്മെൻറ്റ്, ഐഫർ തരുന്ന കണ്ടന്റ്, നമുക്ക് തരുന്ന സപ്പോർട്ട്, നമുക്ക് പേപ്പർ 1 ആയിക്കോട്ടെ പേപ്പർ 2 ആയിക്കോട്ടെ, നമുക്ക് തരുന്ന ലൈവ് ക്ലാസ്സസുകൾ, PYQ, അതേപോലെ തന്നെ JRF ക്ലബിൻ്റെ ക്ലാസ്സസ്, ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നെറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഐഫർ നമുക്ക് തരുന്ന സപ്പോർട്ടും അതേപോലെ നമുക്ക് തരുന്ന കണ്ടന്റും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവർ എടുക്കുന്ന പേയ്മെൻറ്റ് അത്രക്ക് വലുതാണെന്നോ അല്ലെങ്കിൽ കൂടുതലാണെന്നൊന്നും തോന്നിയിട്ടില്ല. അവരെടുക്കുന്ന പേയ്മെൻറ്റ്
എത്രയാണോ അത്രത്തോളം നമ്മളെ കൂടെ നിന്നിട്ട് അത്രത്തോളം നെറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ JRF വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഐഫർ നിൽക്കുന്നുണ്ട്. പിന്നെ ഐഫറിൻ്റെ ആപ്പ് അടിപൊളിയാണ്. ആപ്പിലുള്ള ഓരോ കാര്യങ്ങളും, അതായത് ആപ്പിലുള്ള നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഗുഡ് മോർണിംഗ് ജിമെയിൽ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഏത് സമയത്താണോ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് വരുന്ന കോഡ്സ്, കാര്യങ്ങൾ, ഓരോ കോട്ടിനും നമ്മളെ ആ സമയത്ത് പഠിത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഐഫറിലുള്ള പെർസെൻറ്റേജ് കാണിക്കും, നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു പെർസെൻറ്റേജ് അതിൽ കാണിക്കും. അപ്പോൾ ഈ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും അടിപൊളിയാണ്. എന്താ പറയുക, ഐഫർ എന്നുള്ളത് നെറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നെറ്റ് വേണം അല്ലെങ്കിൽ JRF വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഐഫറിൽ ജോയിൻ ചെയ്യുക. എന്താ പറയുക, ഉറപ്പായിട്ടും നിങ്ങൾ നെറ്റിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ JRFിലേക്ക് എത്തുന്നത് വരെ ഐഫറും മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, അതിലത്തെ ഓരോ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് എൻ്റെ ഈ യാത്രയിൽ ഇത്രയും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, പിന്നെ ഐഫറത്തെ ഓരോ എൻ്റെ മെൻറ്റർ റാഫി സാറ്, അതേപോലെ ഫാക്കൽറ്റീസ്, ആക്ടിവിറ്റി ഗ്രൂപ്പിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ, പിന്നെ ഐഫറിൻ്റെ ആ ഒരു അത് ഒരാളല്ലല്ലോ, ഒരു എൻ്റയർ ടീമല്ലേ, ആ ടീമിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയാണ്. താങ്ക് യു സോ മച്ച്.